ആജ്ഞ രവീന്ദ്രൻ ആണ് ആദ്യഘട്ടത്തിൽ ചേരുന്നത്. ആജ്ഞ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? എങ്ങനെയാണ് ആ പ്രദേശത്തെ വോട്ടർമാരുടെ ഒരു പ്രതികരണം? വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ രാവിലെ? അഭിലാഷ്, നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള 68ാം ഡിവിഷൻ പള്ളുരുത്തിയിലാണ്. മുണ്ടംവേലി എന്ന് പറയുന്ന ഡിവിഷനിലാണുള്ളത്. ഇവിടെ LDFന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അതുപോലെ കോൺഗ്രസിനും 2020ക്കും BJPക്കും സ്ഥാനാർത്ഥികളുണ്ട്. മറ്റു 2 സ്വതന്ത്രർ കൂടിയുണ്ട്. 6 സ്ഥാനാർത്ഥികളാണ് നിലവിൽ ഇവിടെ ഉള്ളത്. നമുക്ക് കാണാം, സ്ക്രീനിൽ തന്നെ കാണാം. ഇതിൽ LDFിലെ KJ പ്രകാശനാണ് LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. അതുപോലെ KK കുഞ്ഞച്ചൻ കോൺഗ്രസിനും ഷാജി VP BJPക്കുമാണ് മത്സരിക്കുന്നത്. അങ്ങനെ 4 മുന്നണികൾക്കും ഇവിടെ സ്ഥാനാർത്ഥികളുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രാവിലെ മുതൽ ഇവിടെ വലിയ തിരക്കാണ്. എന്തായാലും KV തോമസ് ഇവിടെയാണ് വോട്ട് ചെയ്യാനെത്തുക. അദ്ദേഹം 11 മണിയോടെ ഇവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ ഇവിടെ വലിയ ക്യൂ ആയിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് ശമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പ്രായമായ ആളുകളൊക്കെ അവർ വന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും ഈ ബൂത്തിൽ 7 മണിയോടുകൂടി വലിയ തിരക്കാണ്. വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഓഫീസർ മാഡം, പ്രിയ മാഡം, രാവിലെ മുതൽ ഇവിടെ രാവിലെ 7 മണിക്ക് തുടങ്ങിയപ്പോൾ മുതൽ നല്ല തിരക്കാണ്. രാവിലെ അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു, പുറത്ത് വരെയും ക്യൂ ഉണ്ടായിരുന്നു. നല്ല ക്യൂ ആണ്, നല്ല പോളിംഗും ഉണ്ട്. 2 ബൂത്തിൽ 2 ബൂത്താണുള്ളത്. 2 ബൂത്തിൽ നല്ല പോളിംഗും ഉണ്ട്. ഈ അഭിലാഷ, നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഇപ്പോൾ ഒന്ന് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് കൂടുതൽ വോട്ട് ചെയ്യാനെത്തിയോട്. അമ്മ വോട്ട് ചെയ്യാനെത്തിയതാണോ? വോട്ട് ചെയ്യാനെത്തിയതാണോ? വോട്ട് ചെയ്തോ? രാവിലെ എത്തിയോ? നല്ല ഇതിപ്പോ പറയാൻ പറ്റൂലല്ലോ. പറയാൻ പറ്റൂലല്ലോ. നമ്മള് ഇവിടെ മാഡം വോട്ട് ചെയ്തോ? നല്ല തിരക്കുണ്ടോ? ഒരുപാട് തിരക്കുണ്ട്. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല? ഇല്ല. അപ്പോൾ അഭിലാഷ്, നമ്മൾ ബൂത്തിൽ ഇപ്പോൾ വലിയൊരു റഷ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല. എന്നിരുന്നാൽ പോലും അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് UDF ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ BJPക്ക് വോട്ട് ഷെയറുകൾ കൂട്ടുക, സീറ്റ് നമ്പറുകൾ കൂട്ടുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. അതുമാത്രമല്ല, ഇവിടെ കൊച്ചിയിൽ തുടർഭരണമാണ് LDF ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. 7 ജില്ലകളിലായിട്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് രാവിലെ 7 മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത ഘട്ടം 2 ദിവസത്തിനുള്ളിൽ അടുത്ത ഘട്ടവും തുടങ്ങും. അടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് ആദ്യഘട്ടത്തിൽ 7 ജില്ലകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് ഇപ്പോൾ ഒരു 20% പോളിംഗ് നടന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ 2 ബൂത്തുകളാണുള്ളത്. നമുക്ക് എന്തായാലും ഇവിടെ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകളോട് ചോദിക്കാം. സാർ, രാവിലെ എത്തിയോ? ഇല്ല, ഞാനിപ്പോഴും പോളിംഗ് നല്ലതായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് ലോക്കൽ ബോഡി ഇലക്ഷൻ ഭരണമാറ്റത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതാണ് ജനവിശ്വാസം. ജനങ്ങളാകെ കക്ഷിഭേദമന്യേ ജാതിമത വ്യത്യാസമില്ലാതെ ഈ ഭരണം കൊണ്ട് മടുത്തു കഴിഞ്ഞിരിക്കുക. ദുസ്സഹമായ ജനജീവിതം എല്ലാ അർത്ഥത്തിലും ദുസ്സഹമായിരിക്കും. ജീവിക്കാനും വയ്യ, കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാനും വയ്യാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതിവേഗത്തിലുള്ള ഭരണമാറ്റമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനേക്കാൾ അവരുടെ വോട്ട് ശതമാനം കുറയാൻ പോവുകയാണ്. BJP ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണമാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഏക മുന്നണി UDF ഐക്യ ജനാധിപത്യ മാത്രമാണ്. അതുകൊണ്ട് അതിവേഗം ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ, തുടർഭരണം കൊണ്ട് ജീവിതം ദുസ്സഹമായ ജനങ്ങൾ ഈ ഇലക്ഷനിൽ ഐക്യ ജനാധിപത്യത്തിന് അനുകൂലമായി വലിയ തോതിൽ വോട്ട് ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഇത്തവണ ഒരു വൻ വിജയം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരു വൻ വിജയം UDF ഉണ്ടാകുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഇഷ്യൂസ് ഒന്നുമില്ല. ജനങ്ങൾക്ക് ജീവിക്കാവുന്ന വൃത്തി, അതാണ് ഏറ്റവും വലിയ പ്രശ്നം.
കറണ്ട് ചാർജ്, വാട്ടർ ചാർജ്, ഗവൺമെന്റിന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളുടെയും ചാർജ് വർദ്ധിപ്പിക്കൽ, വില വർധന, ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത്തരം ചർച്ചകൾക്ക് പിന്നീടാകാം. ഇന്നലെ ഉണ്ടായിട്ടുള്ളൊരു ആരോപണം, ഞാൻ അതിനെക്കുറിച്ച് ഒന്നും അത്തരം ചർച്ചയില്ല. ഇന്നലെ ഒരു ആരോപണം ഉണ്ടായിരുന്നു, ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഇന്നലെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത്തരം നാണം കെട്ട് ചർച്ച ചെയ്യാനില്ല. ഞാൻ പറഞ്ഞല്ലോ, UDF മാത്രമല്ല, ഇടതുപക്ഷ മുന്നണിയിലുള്ള ഗണ്യമായ വിഭാഗം ജനങ്ങൾ ഈ ഭരണം കൊണ്ട് മടുത്തിരിക്കുകയാണ്. ഇടതുപക്ഷം നന്നാകണമെങ്കിൽ അവർക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് UDF മാത്രമല്ല, ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ വോട്ട് ചെയ്ത നല്ലൊരു വിഭാഗം ജനങ്ങൾ ഇത്തവണ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നാണ് വിശ്വാസം. ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇനി വിഷയം അവസാനത്തെ മറുപടിയാണ്. കേരള ചരിത്രത്തിൽ ഒരാരോപണം ഉണ്ടായപ്പോൾ, MLA-ക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച ഏറ്റവും മാതൃകാപരമായ കടുത്ത നടപടി മറ്റാരും, ഒരു പാർട്ടികളും ഒരു പ്രസ്ഥാനങ്ങളും ഇതുപോലുള്ള ആരോപണങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇതിനപ്പുറത്തേക്ക് പറയാൻ അത് ഏക്കോട് ചോദിക്കല്ല, ഇങ്ങോട്ട് ചോദിക്കണം. അത് ഈ തെരഞ്ഞെടുപ്പിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായുള്ള ജനവികാരം ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു. അതിന് സമാനമായ ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങൾ ഒന്നടങ്കം അതിജീവിതയോടൊപ്പമാണ്. കാരണം ഈ കാര്യത്തിൽ ഈ കുറ്റക്കാരെ കുറെ പേരെ ശിക്ഷിച്ചു, പക്ഷേ അതിജീവിതയ്ക്ക് നീതി കിട്ടാൻ ഇനിയും അവർക്ക് പല തലങ്ങളുണ്ട്. അവർ തീർച്ചയായിട്ടും ഇതിന് അപ്പീൽ പോകുമെന്നാണല്ലോ കേൾക്കുന്നത്. അത് അടൂർ പ്രകാശിന്റെ വ്യക്തിപരമായ അഭിപ്രായം. കോൺഗ്രസിന്റെയോ UDF-ന്റെയോ നിലപാട് ഞാൻ പറഞ്ഞതാണ്. അല്ല, അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടില്ല. പക്ഷെ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാതെ ഞാൻ അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ. അതൊന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവല്ലേ UDF-ന്റെ ചെയർമാൻ? UDF-ന്റെ ചെയർമാൻ അദ്ദേഹമല്ലേ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. യെസ്, വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ. ഒന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, 2 അതിജീവിതയുമായി ബന്ധപ്പെട്ട്, 3 രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അടക്കമാണ് നേതാക്കളുടെ പ്രതികരണം എന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് വാർത്തകളാണ് പരിശോധിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതിലേക്ക് തന്നെ വിശദമായി പോവുകയാണ്. അതായത് അതിവേഗം ഈ സർക്കാരിന് താഴെ ഇറക്കാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഒരു ചൂണ്ടുപലകയായിരിക്കും എന്ന് ആണ് AK ആന്റണി, മുതിർന്ന കോൺഗ്രസ് നേതാവ്, പറഞ്ഞു വെക്കുന്നത്. അതിനെ പിന്തുണയ്ക്കുന്ന നിലപാട് ഉണ്ടായിരിക്കുന്നു MMSന്റെയും ഭാഗത്ത് നിന്ന്. തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളത് എന്നതുകൂടി പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന വിവിധ ജില്ലകൾ പരിശോധിച്ചാൽ, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ പരിശോധിച്ചാൽ അതിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളത്. 186 പ്രശ്നബാധിത ബൂത്തുകൾ ആണ് തിരുവനന്തപുരം